നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. എൻ്റെ അമ്മോ, എന്താണ് നമ്മൾ സെന്റ് ലൂസിയയിലെ സ്റ്റേഡിയത്തിൽ കണ്ടത്? അക്ഷരാർത്ഥത്തിൽ ഹിറ്റ്മാൻ്റെ താണ്ഡവം, ഓസീസിനെ വലിച്ചു കീറുന്നൊരു കാഴ്ച. ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, അടിയോടടിയും കുറിയരി കഞ്ഞിയെന്ന്. അതേ രൂപത്തിൽ അടിച്ചങ്ങ് മൂലക്കിട്ടു. വല്ലാത്തൊരു പ്രകടനമാണ് ഹിറ്റ്മാൻ നടത്തിയത്, ഒരു തർക്കവും അക്കാര്യത്തിലില്ല. അതും കിങ് കോഹ്ലി തുടക്കത്തിലേ മടങ്ങിപ്പോയി. അദ്ദേഹം ഡെക്കായിരുന്നു. ഋഷഭ് പന്തിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. 14 പന്തിൽ നിന്ന് 15, പക്ഷെ ഒരു ഭാഗത്ത് നിന്നങ്ങ് അടിച്ചങ്ങ് കസർത്തുന്നു. 7 ഫോറുകളും 8 സിക്സറുകളും അടക്കം 41 പന്തുകളിൽ നിന്ന് 224.39 സ്ട്രൈക്ക് റേറ്റിൽ 92 റൺസ് കുറിച്ചതിന് ശേഷമാണ് സ്റ്റാർക്കിന്റെ പന്തിലെ ആ ഒരു മടക്കം. തീർച്ചയായിട്ടും അതൊരല്പം നിരാശയാക്കി പോയി. കാരണം സെഞ്ചുറി അദ്ദേഹം ഡിസേർവ് ചെയ്തിരുന്നു. റെക്കോർഡുകളുടെ പെരുവഴയാണ് ഹിറ്റ്മാൻ ഇപ്പോൾ തീർത്തിരിക്കുന്നത്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ ഇന്നിങ്സിൽ അദ്ദേഹം 200 സിക്സറുകൾ T20I ഹിസ്റ്ററിയിൽ 200 സിക്സറുകൾ കടക്കുന്ന താരമായിട്ട് മാറുന്നു. ഫസ്റ്റ് പ്ലെയറാണ് 200 സിക്സറുകൾ T20 ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നേടുന്ന ഫസ്റ്റ് പ്ലെയർ ആയിട്ട് അദ്ദേഹം മാറുന്നു. കമിൻസിനെതിരെ നേടിയ ആ 100 മീറ്റർ സിക്സ് ഒക്കെ ഒന്ന് ഓർക്കുക. അത്തരത്തിലുള്ള ഫോമിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ഒരു കുതിപ്പ് അദ്ദേഹത്തിന്റെ ചിറകിലേറി തന്നെയായിരുന്നു. അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയത് 19 പന്തുകളിൽ നിന്നാണ്. ഓസ്ട്രേലിയൻ ബൗളിങ്ങിന് നേരെ അമ്മാതിരി ഒരു ഡൊമിനേഷൻ വേൾഡ് കപ്പിൽ ഒരു മത്സരത്തിൽ നടത്തുക എന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ 50 പിറന്നതിൽ 46 റൺസും ബൗണ്ടറിയിലൂടെയാണ് വന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഒരു ഇന്ത്യൻ താരത്തിന്റെ വേണ്ട എനി പ്ലെയർ ഓസ്ട്രേലിയക്കെതിരെ T20 വേൾഡ് കപ്പിൽ നേടുന്ന ഏറ്റവും വേഗതയേറിയ 50 അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. മാത്രമല്ല 2024 ഈ T20 വേൾഡ് കപ്പിലെ ഏറ്റവും വേഗതയേറിയ 50 കൂടി അദ്ദേഹം കുറിച്ചു. 19 പന്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ 50 വന്നതെങ്കിൽ 22 പന്തുകളിൽ നിന്ന് ആരോൺ ജോൺസ് കാനഡക്കെതിരെ നേടിയ 50, അതുപോലെ തന്നെ QDK ഇംഗ്ലണ്ടിനെതിരെ 22 പന്തുകളിൽ നിന്ന് നേടിയിട്ടുള്ള 50, അതൊക്കെ ഇപ്പൊ മറികടന്നു. 19 പന്തുകളിൽ നിന്ന് ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹം 50 നേടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഓസ്ട്രേലിയൻ ബൗളർമാർക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു നൈറ്റ്മെയർ ആയിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പം T20I ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ്, T20 ഹിസ്റ്ററിയിൽ ഏറ്റവും അധികം റൺസ് കുറിക്കുന്ന താരം കൂടിയായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. 10 ഓവർ കഴിയുമ്പോൾ ഇന്ത്യയുടെ സ്കോർ എത്രയാ? 114 2 വിക്കറ്റിന് 114. അതും ചരിത്രമാണ്. ഹയസ്റ്റ് സ്കോറിംഗ് T20I വേൾഡ് കപ്പ് ഹിസ്റ്ററി ആഫ്റ്റർ 10 ഓവേഴ്സ്. 10 ഓവർ കഴിയുമ്പോൾ T20 വേൾഡ് കപ്പിൽ ഒരു മത്സരത്തിൽ കുറിക്കപ്പെടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത്. 114 റൺസ്. അതിൽ 89 റൺസും 37 പന്തിൽ നേരിട്ട് 89 റൺസും നേടിയിരുന്നത് ഹിറ്റ്മാൻ ആണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 19,000 റൺസ് ഈ ഒരു ഇന്നിങ്സിനിടക്ക് അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ മറികടന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും ഈ T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ലീഡിംഗ് റൺ ഗെറ്ററായിട്ട് അദ്ദേഹം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 37ാമത്തെ വയസ്സിലാണ് ഈ ഒരു പ്രകടനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. വാട്ട് എ നോക്ക് എന്ന് തന്നെ പറയണം. എടുത്തു പറയേണ്ട ചില റെക്കോർഡുകൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. 19,000 ഇന്റർനാഷണൽ റൺസ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. T20I വേൾഡ് കപ്പ് 2024 ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് നേടിയ താരം അദ്ദേഹമാവുന്നു. T20I ഹിസ്റ്ററിയില്, മെൻസ് T20I ഹിസ്റ്ററിയിലെ ഏറ്റവും അധികം റൺസ് നേടിയ താരമായിട്ട് അദ്ദേഹം മാറുന്നു. 200 സിക്സറുകൾ T20I മത്സരങ്ങളിൽ നേടുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറുന്നു. രോഹിത് ശർമ്മയുടെ ഒരു താണ്ഡവമാണ് നമ്മൾ സെന്റ് ലൂസിയയിലെ ഓസീസിന് മേൽ കണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.